മക്കളെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക പ്രതിസന്ധി മൂലമെന്ന് റിപ്പോർട്ടുകൾ. ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. ഹൈദരാബാദ് ഹബ്സിഗുഡയിലാണ് ദാരുണ സംഭവം നടന്നത്. തിങ്കളാഴ്ചയാണ് 44-കാരനായ ചന്ദ്രശേഖരൻ റെഡ്ഡിയും ഭാര്യ കവിതയും 2 മക്കളും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിശ്വന്ത് റെഡ്ഡി, 9ാം ക്ലാസ്സുകാരി സരിത റെഡ്ഡി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ചന്ദ്രശേഖർ റെഡ്ഡി 5 മാസം മുൻപാണ് സ്വകാര്യ കോളേജിലെ ജൂനിയർ ലെക്ചറുടെ ജോലി രാജിവെച്ചത്. അതുമുതൽ കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണെന്നാണ് വിവരം. തെലുങ്കിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ ജോലി പ്രശ്നവും ആരോഗ്യ പ്രശ്നങ്ങളുമാണ് മരണകാരണമെന്നാണ് എഴുതിയിട്ടുള്ളത്. പ്രമേഹവും കിഡ്നി അസുഖങ്ങളും അടക്കം ബുദ്ധിമുട്ടുള്ളതാണ്. മരണത്തിന് ആരും ഉത്തരവാദികളല്ല. ജീവിതം അവസാനിപ്പിക്കലല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നും മാപ്പ് നൽകണമെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ഒസ്മാനിയ യൂണിവേഴ്സിറ്റി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. മകന് വിഷം നൽകിയും മകളെ ശ്വാസം മുട്ടിച്ചുമാണ് കൊലപ്പെടുത്തിയതെന്നാണ് കരുതാനാവുന്നത്. വാനപർത്തി ജില്ലയിൽ നിന്നുള്ള കുടുംബം ജോലിക്കായാണ് ഹൈദരാബാദിൽ എത്തിയത്. കെമിസ്ട്രിയിൽ ബിരുദധാരിയായ ചന്ദ്രശേഖർ റെഡ്ഡി നേരത്തെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിച്ചിരുന്നു.